നമസ്കാരം. നടൻ ജഗദീഷാണ് മീറ്റ് ദ ഡീറ്റെയിൽസിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത്. സ്വാഗതം മീറ്റ് ദ ഡീറ്റെയിൽസിലേക്ക്. നമസ്കാരം. ഈ നടൻ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഇനി രാഷ്ട്രീയക്കാരൻ കൂടി ആയിരിക്കുകയാണ്. ഒരു കാലത്ത് രാഷ്ട്രീയക്കാരനാണ് എന്ന് പറയാൻ മടിച്ചിരുന്ന സിനിമാ താരങ്ങളുടെ ഒരു വലിയ നീണ്ട കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നീട് ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ ബോധമുള്ള ആളാണെന്ന് പറയുന്നതിൽ കുഴപ്പമുണ്ടായിരുന്നില്ല, മറ്റ് രാഷ്ട്രീയക്കാരനാണെന്ന് പറയാനാണ് മടിയുണ്ടായിരുന്നത്. താങ്കൾ നമ്മൾ അറിയുന്ന കാലം മുതൽ കോൺഗ്രസ്സുകാരനാണെന്ന് എവിടെയും പറഞ്ഞിരുന്നു. എന്തുകൊണ്ടാണ് അന്നും ഇപ്പോഴും ഒരു കോൺഗ്രസ്സുകാരനായിരിക്കുന്നത്? എൻ്റെ കോളേജ് ഡേയ്സ് മുതൽ തന്നെ ഞാൻ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. 3 വർഷം ഗവൺമെൻറ് ആർട്സ് കോളേജിൽ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിരുന്നു. മാരുവേന്യൂസ് കോളേജിൽ കോളേജ് യൂണിയൻ ചെയർമാനായിരുന്നു. രാഷ്ട്രീയത്തിൽ അന്ന് മുതൽ തന്നെ താല്പര്യം ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ, അതാണല്ലോ രാഷ്ട്രീയം. അപ്പോൾ അതിൻ്റെ ഭരണത്തിൻ്റെ കാര്യത്തിൽ, പാർട്ടികളുടെ ഓരോ രീതികളിൽ, ഇതിലൊക്കെ താല്പര്യം എനിക്കുണ്ടായിരുന്നു. പിന്നെ കോൺഗ്രസ്സുകാരൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ എന്താ പറയുക, ഒരു സെക്യുലർ ആയിട്ടുള്ള ഒരു പാർട്ടിയായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ കഴിയുന്നത് കോൺഗ്രസ് ആണ്. ഈ സജീവ രാഷ്ട്രീയക്കാരനാവാൻ ഒരു സ്ഥാനാർത്ഥിത്വം വേണം എന്ന് നേരത്തെ മനസ്സിലുണ്ടായിരുന്നു എന്നല്ല, നമ്മൾ ഓരോന്നും ആഗ്രഹിക്കുന്ന രീതിയിലല്ല സംഭവിക്കുന്നത്. കൊല്ലത്ത് എൻ്റെ പേര് പരിഗണിച്ചിരുന്നു, ചാനലുകളെല്ലാം റിപ്പോർട്ട് ചെയ്തിരുന്നു, എൻ്റെ ഇൻ്റർവ്യൂ എടുത്തു. പക്ഷേ അവസാനം ഒന്നും ഉണ്ടായില്ല. ഇത്തവണ ഞാൻ മത്സരിക്കുന്ന കാര്യത്തിൽ എനിക്കൊരു ഉറപ്പുമില്ലായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു നിർദ്ദേശം വന്നു, ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചു. ഇത്തവണത്തെ നിർദ്ദേശത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. എല്ലാവരും ഏകകണ്ഠമായി എൻ്റെ പേര് നിർദ്ദേശിച്ചു എന്നുള്ളത് എനിക്ക് സന്തോഷം പകരുന്നു. കേരളത്തിലെ കാര്യം എടുത്താൽ, കേരളത്തിൽ കോൺഗ്രസിനെ റെപ്രസെൻറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ കോൺഗ്രസിൻ്റെ നേതൃത്വമുള്ള മുന്നണിയാണ് ഭരിക്കുന്നത്. ആ സർക്കാരിൻ്റെ കീഴിൽ വലിയ അഴിമതികളും അത്തരം വലിയ വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ജനങ്ങളുടെ മുന്നിൽ എങ്ങനെ ഡിഫെൻഡ് ചെയ്യാമെന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? അല്ല, ഈ അഴിമതിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. അഴിമതി ഗവൺമെൻറ്റിൽ നിന്നും എക്സ്ചക്കറിൽ നിന്നും ഏതെങ്കിലും രീതിയിൽ കാശ് പോയിട്ടുണ്ടോ? ഖജനാവിൽ നിന്നും കാശ് പോയിട്ടുണ്ടോ? നമ്മളൊരു സിമ്പിളായ ചോദ്യം ഞാൻ ഒന്നുകൂടി ചോദിച്ചിട്ട്, ഒരു വില്ലേജ് ഓഫീസറെ നമ്മൾ 150 രൂപ കൈക്കൂലി വാങ്ങിച്ചതിന് പിടിക്കുമ്പോൾ ഖജനാവിന് പൈസ പോയിട്ടല്ലല്ലോ നമ്മൾ അയാളെ അറസ്റ്റ് ചെയ്യുന്നത്. അല്ല, പറയാം. വില്ലേജ് ഓഫീസർ വാങ്ങുമ്പോൾ നമ്മൾ സോഷ്യലായിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയിൽ നിന്നും അയാൾ മാറുകയാണ്. ഇവിടെ പാർട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയൊക്കെ ആരെങ്കിലുമൊക്കെ ബാർ മുതലാളിമാരിൽ നിന്നും വാങ്ങിയാൽ അതൊരു വലിയ അഴിമതിയുടെ കേസ്. ജനങ്ങളെ കൺവിൻസ് ചെയ്യാൻ കഴിയും താങ്കൾക്ക് നല്ല ആത്മവിശ്വാസമാണ് കേരളത്തിൽ. ബാർക്കോഴ വിവാദത്തിൻ്റെ കാര്യത്തിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഖജനാവിൽ നിന്നും ഒരു പൈസ ചോർന്നു പോയിട്ടില്ല. പിന്നെ ആരോപണങ്ങളാണിത്, ഇത് തെളിയിക്കപ്പെട്ടിട്ടില്ല. താങ്കൾ എന്തിനാണ് പ്രാധാന്യം കൊടുക്കുക, ആദ്യത്തെ പരിഗണന കൊടുക്കുക വോട്ടറെ സമീപിക്കുമ്പോൾ? അതായത് ഒരു കോൺഗ്രസ്സുകാരനായി അവതരിച്ചുകൊണ്ട് ഇത്തരം ആരോപണങ്ങളെ പ്രതിരോധിക്കുന്നതിനാണോ, അതോ ജഗദീഷായി ആളുകളുടെ മുന്നിൽ എന്ന സ്ഥാനാർത്ഥി അവതരിക്കാനാണോ? അടിസ്ഥാനപരമായി ഞാൻ പത്തനാപുരം മണ്ഡലത്തിലെ വികസനത്തിന് വേണ്ടി, അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി നിലകൊള്ളും. വെറും വാചക കസർത്തിൽ ഒതുങ്ങാതെ ഒരു പ്രവർത്തന ശൈലി കാഴ്ചവെച്ചാൽ ജനങ്ങളുടെ സ്നേഹവും അംഗീകാരവും കിട്ടുന്നതാണ്. അവിടെ എതിർ സ്ഥാനാർത്ഥിയായി വരാൻ സാധ്യതയുള്ള ആളെ ഡിസ്ഗ്രേസ് ചെയ്തുകൊണ്ട് തുടങ്ങുക എന്ന് പറയുന്നത് ഒരു നല്ല സ്ട്രാറ്റജിയാണോ? ഡിസ്ഗ്രേസ് ചെയ്തുകൊണ്ട് ഒരു കാലത്ത് ഞാൻ തുടങ്ങിയിട്ടില്ല. പിന്നെ മാധ്യമങ്ങളോട് പ്രത്യേക നന്ദിയുണ്ട്. ഞാൻ ജനറലായിട്ട് പറഞ്ഞ കാര്യങ്ങളെ കോട്ട് ചെയ്തത് നിങ്ങൾ ഗണേശനെതിരായിട്ടാണ്. ഞാൻ ഗണേശനെതിരെ ഇതുവരെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല, ഇനി പറയുകയുമില്ല. നിങ്ങൾ എത്ര പ്രകോപിപ്പിച്ചാലും. വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ച ആൾക്ക് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ കഴിയില്ല എന്ന പരാമർശമാണല്ലോ ഇവിടെ എതിർ സ്ഥാനാർത്ഥിയെ ഉദ്ദേശിച്ചാണ് എന്ന് വ്യാഖ്യാനിക്കപ്പെട്ടത്. താങ്കളുടെ എതിർ സ്ഥാനാർത്ഥിയെക്കുറിച്ച് തെരഞ്ഞെടുപ്പ് വേളയിൽ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? അല്ല, എതിർ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഗണേഷ് കുമാറിനെ കുറിച്ച് കേരളത്തിലെ ജനങ്ങൾക്കറിയാം, പത്തനാപുരത്തെ ജനങ്ങൾക്കറിയാം. പിന്നെ ഞാൻ പറയേണ്ട കാര്യം എന്താ? എനിക്ക് എന്നെക്കുറിച്ചാണ് പറയാനുള്ളത്, അതും ജനങ്ങൾക്കറിയാം. അതൊരു ഓർമ്മ. ഗണേഷ് കുമാറിനെ കുറിച്ച് നല്ലതും അറിയാം, മോശവും അറിയാം. അത് നിങ്ങളുടെ വെർഷൻ. ഞാൻ അതൊന്നും പറഞ്ഞിട്ടില്ല. അഭിലാഷ് അങ്ങനെ പറഞ്ഞാൽ അങ്ങനെയാണോ? അഭിലാഷ് നല്ലത് മോശം ഉണ്ടോ? നല്ലത് മോശവും സ്വാഭാവികമായി ഉണ്ടെന്ന് അഭിലാഷ് പറയുന്നു. നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അല്ല, ഒരു വ്യക്തിയാവുമല്ലോ, ആ പ്രാധാന്യം എതിർ സ്ഥാനാർത്ഥിയുടെ ഏതെങ്കിലും വശത്തെക്കുറിച്ചല്ല ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത്. എനിക്ക് എൻ്റെ കാര്യങ്ങൾ പറയാനുണ്ട്. സാധാരണക്കാരനായി ഞാൻ ജനിച്ചു എന്ന് പറയുമ്പോൾ എനിക്ക് സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ അറിയാം എന്നർത്ഥം. അതിൻ്റെ അർത്ഥം അതേപോലെ തന്നെ സമ്പന്നരായി പിറന്നവർക്ക് സാധാരണഗതിയിൽ പാവപ്പെട്ട ഒരു പട്ടിണിയുടെ കാര്യം എങ്ങനെ, പട്ടിണി കിടക്കാത്തവന് പട്ടിണിയുടെ കാര്യം എങ്ങനെ അറിയും? ദാരിദ്ര്യം അനുഭവിക്കാത്ത ഒരാൾക്ക് ദാരിദ്ര്യത്തിൻ്റെ കാര്യം എങ്ങനെ അറിയാൻ കഴിയും? ഫീസ് കൊടുക്കാൻ പൈസ ഇല്ല, നാളെ തരാം മോനെ, സ്കൂൾ അധികൃതരോട് പറയൂ എന്ന് പറയുന്ന ഒരു അച്ഛൻ ഒരു മകനോട് പറഞ്ഞില്ല എങ്കിൽ ആ വികാരം ഒരു പണക്കാരനായ മകൻ എങ്ങനെ അറിയാൻ കഴിയും? അങ്ങനെ ഒരു പാരലൽ താങ്കൾ ഉദ്ദേശിക്കുന്നുണ്ടോ? ഗണേഷ് കുമാർ ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ്, വലിയ തറവാട്ടിൽ ജനിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ മന്ത്രിയുമായിരുന്നു.
അദ്ദേഹത്തിന് ഈ ജനങ്ങളുടെ പ്രശ്നങ്ങൾ എങ്ങനെ മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതും ഞാൻ എന്ന വ്യക്തി ഈ പ്രശ്നങ്ങൾ എങ്ങനെ മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ളതും നിങ്ങൾ വിലയിരുത്തുമെന്ന് ജനങ്ങളോട് പറയുന്നുണ്ടോ? അഭിലാഷ്, ഞാനിത് ഗണേശൻ ഇതിൽ വിഷയമാക്കിയിട്ടേ ഇല്ല. എനിക്ക് പറയാനുള്ളത് പത്തനാപുരം മണ്ഡലത്തിന് വേണ്ടി ഞാൻ ഇന്നതൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇതാണ്. ഞാൻ 32 വർഷമായി സിനിമയിലുണ്ട്. സിനിമയിൽ എൻ്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്. എനിക്ക് സോഷ്യൽ രംഗത്ത് ഇന്ന രീതിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, കൾച്ചറൽ രംഗത്ത് ഇന്ന രീതിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയ പുതിയ മേഖലയാണെങ്കിൽ പോലും അവിടെ ഞാൻ ഇന്നതൊക്കെ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നു. അവിടെ വളരെ പോസിറ്റീവായ മാന്യമായ ഒരു വഴിയാണ്. ഇന്നലെ ഈ 2 ദിവസങ്ങൾ മാത്രം എടുത്താൽ താങ്കൾ പത്തനാപുരത്തേക്ക് എത്തുന്നു എന്നറിയുമ്പോൾ തന്നെ താങ്കൾക്കെതിരെയുള്ള വിമർശനങ്ങൾ വന്നു തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. താങ്കളുടെ എതിരാളി എന്ന് കരുതപ്പെടുന്ന ആൾ തന്നെ താങ്കളുടെ പേര് പരാമർശിക്കാതെ എന്നാൽ താങ്കളാണെന്ന് തോന്നിക്കുന്ന വിധത്തിലുള്ള ഒരു പരാമർശം നടത്തിയിരിക്കുന്നു. ഞാൻ അത് ആവർത്തിക്കുന്നില്ല, പക്ഷേ എന്താണെന്ന് താങ്കൾക്ക് അറിയാമല്ലോ. അതിനൊക്കെ മറുപടി പറഞ്ഞു പോകേണ്ടി വരില്ലേ? ഇല്ല, മറുപടി പറഞ്ഞു പോകേണ്ടി വരില്ല. ഞാൻ മറുപടി പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഗണേശൻ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സുഹൃത്താണ്, മത്സരരംഗത്ത് നിൽക്കുന്നവരാണ്. അദ്ദേഹം എന്ത് വേണമെങ്കിലും എന്നെക്കുറിച്ച് പറഞ്ഞോട്ടെ, ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് മോശമായി പറയില്ല. ഈ സ്ഥാനാർത്ഥിത്വ ആലോചനയ്ക്കിടയിൽ അതിനുശേഷമോ നിങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല, സംസാരിച്ചിട്ടില്ല. ഒരു കാര്യം ഉറപ്പിച്ചോളൂ, ഇനി എന്ത് വന്നാലും ഞാൻ ഗണേശനെതിരെ എൻ്റെ ഭാഗത്തുനിന്ന് ഒരു പരാമർശം ഉണ്ടാവില്ല. കാലങ്ങളായി അവിടെ ഉള്ള ആളാണ്. അദ്ദേഹത്തിന്റെ പിഴവുകളെ മുതലെടുത്തുകൊണ്ടാണ് താങ്കൾക്ക് താങ്കളുടെ സ്പേസ് അവിടെ ഉണ്ടാക്കാൻ കഴിയുക. അത് പറയാമല്ലോ. പിഴവുകൾ എന്തൊക്കെയാണ് താങ്കൾ? ആ പിഴവ് അത് വ്യക്തിപരമായ പരാമർശങ്ങളല്ല. ഒരു MLA എന്ന നിലയ്ക്ക് ഇതിനേക്കാൾ കൂടുതൽ അവിടെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു. ഇതിനേക്കാൾ കൂടുതൽ വികസനം അവിടെ നടപ്പിലാക്കാൻ കഴിയുമായിരുന്നു. പല കാരണങ്ങളാലും അദ്ദേഹം നല്ല ടേംസ് അദ്ദേഹം നഷ്ടപ്പെടുത്തി. ഗവൺമെൻറ്റുമായിട്ടുള്ള നല്ല ബന്ധം നഷ്ടപ്പെടുത്തി. അദ്ദേഹം ഇന്ന് LDF ആണെന്ന് പറയപ്പെടുന്നു. ആ LDFിലുള്ള നേതാക്കളുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുത്തി, ജനങ്ങളുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുത്തി. അതൊക്കെ വ്യക്തിപരമല്ല, വ്യക്തിപരമായ പരാമർശങ്ങൾ ഞാൻ നടത്തി. വ്യക്തിപരമായ പരാമർശമാണ് താങ്കളെ കുറിച്ച് നടത്തിയത്. ഉദാഹരണത്തിന് ഒരു ഹാസ്യ നടൻ നിങ്ങളെ സമീപിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ഒരു ഹാസ്യ നടനാണോ വില്ലൻ നടനാണോ സ്വഭാവ നടനാണോ എന്നുള്ളത് ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന വിഷയത്തിൽ ഒരു കാര്യമല്ലല്ലോ. അതെ, അവിടെ അങ്ങനെ ഒരു വിഷയം വരുന്നു. താങ്കൾ ഒരു ഹാസ്യ നടൻ അല്ലെങ്കിൽ താങ്കൾ ഒരു കോമാളി എന്നുള്ള നിലയിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ വ്യക്തിപരമായ അധിക്ഷേപമാണ്. അപ്പോൾ അതിന് മറുപടി പറയണ്ടേ? അതിന് മറുപടി ഇതാണ്. എന്നെ ഗണേഷ് കുമാർ ഒരു കോമാളിയെന്നോ ഹാസ്യ നടനെന്നോ വിശേഷിപ്പിച്ചാൽ അതിനുള്ള മറുപടി ജനങ്ങളുടെ കൈവശമുണ്ട്. ഞാൻ എന്തിന് സംസാരിക്കണം? എന്നെക്കുറിച്ച് അതിന് ബ്ലോയിങ് ഓൺസ് ഓൺ ട്രംപറ്റ് എന്ന് പറയും. ഞാൻ എൻ്റെ ചെണ്ടകൊട്ടി, ഞാൻ ഇന്നതാണേ എന്ന് പറയേണ്ട കാര്യം എനിക്കില്ല. ഞാൻ എന്താണ് ഗണേശൻ പറയുന്നതിനെല്ലാം മറുപടി ജനങ്ങളുടെ ഭാഗത്തുണ്ട്. അതെനിക്ക് ഉറപ്പാണ്. അവിടെ കൺഫ്യൂഷൻ ഉള്ളപ്പോഴാണ് ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പറയേണ്ടത്. ഇവിടെ ഇതുവരെ സംസാരിച്ചപ്പോൾ ഒരു രാഷ്ട്രീയക്കാരൻ്റെ മെയ്വഴക്കത്തോടെ തന്നെയാണ് സംസാരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വരുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു, ചിലപ്പോൾ ഞാൻ മത്സരിച്ചേണ്ടി വരും എന്ന നിലയിലൊരു തയ്യാറെടുപ്പ് സ്വയം നടത്തി, അല്ലെങ്കിൽ പത്തനാപുരം മണ്ഡലത്തെ പറ്റി പഠിച്ചു, അവിടെ വരാൻ പോകുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ പഠിച്ചു. ഈ സമകാലിക രാഷ്ട്രീയങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞല്ലോ, അഴിമതി, സോളാർ ആണെങ്കിലും ബാർക്കോഴ. അപ്പോൾ ആ നിലയ്ക്ക് ഒരു തയ്യാറെടുപ്പ് നടത്തിയിട്ടാണോ? ആ തയ്യാറെടുപ്പ് എൻ്റെ ജീവിതത്തിൽ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. കാരണം പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഇനി കൈകാര്യം ചെയ്യാൻ പോകുന്ന മേഖല കലാരംഗത്ത് തന്നെ നമ്മൾ എക്യുപ്ഡ് ആയിരിക്കണം. ഇതിപ്പോൾ രാഷ്ട്രീയ രംഗത്ത് വരുന്നത് കൊണ്ട് മാത്രമായിരിക്കില്ല ഈ എന്നെ എക്യുപ്പ് ചെയ്യുന്നത്. ഒരു റോള് വരുന്നു, ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പ്രത്യേക തരത്തിലുള്ള റോള് വരുന്നു. അപ്പം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അതിനെക്കുറിച്ച് എനിക്ക് നല്ല ബോധം ഉണ്ടായിരിക്കണം. അതൊക്കെ സീറ്റ് മോഹിച്ച് അപ്പോഴേ പ്രിപ്പറേഷൻ തുടങ്ങിയെന്ന് പറയാൻ കഴിയില്ല. ഞാൻ ഇതിനെക്കുറിച്ച് സൊസൈറ്റിയുടെ ഭാഗമാകുമ്പോൾ നമുക്ക് ചുറ്റും അല്ലാതെ അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. നാളെ ഹർത്താൽ അത് എന്തിനാണെന്നൊന്നും എനിക്കറിയാം. പക്ഷേ ഗണേഷ് ഹാസ്യനടൻ എന്ന് പറഞ്ഞു എന്നുള്ളത് മാത്രമല്ല, ജനങ്ങൾക്ക് മുൻപിലുള്ളത് താങ്കൾ അവതരിപ്പിച്ച കഥാപാത്രങ്ങളാണ്. താങ്കൾ അധികവും ഹാസ്യവേഷം ചെയ്തതുകൊണ്ട് തന്നെ പലപ്പോഴും മണ്ടനായിട്ടാണ് അഭിനയിക്കാറും. അതിൻ്റെ ഒരു പ്രതിഫലനം ആളുകൾ താങ്കളെ കാണുമ്പോൾ ഒരു ചിരിപ്പിക്കുന്ന ആൾ എന്നുള്ള രീതിയിൽ കാണില്ലേ? അഭിലാഷ്, ആ ചോദ്യത്തിന് ഈസി ആയിട്ട് മറുപടി പറയാൻ കഴിയും. ഓടരുത് അമ്മാവ് ആളറിയാം എന്ന ചിത്രത്തിൻ്റെ റിലീസിന് ശേഷം ഞാൻ കോളേജിൽ പഠിപ്പിക്കാൻ പോയിട്ടുണ്ട്. ആദ്യത്തെ 3-4 കൊല്ലം സിനിമാ നടൻ എന്ന നിലയിൽ പഠിപ്പിക്കാൻ പോയിട്ടുണ്ട്. ബോർഡിൽ എഴുതിയിട്ടുണ്ട് ഓടരുത് അമ്മാവ് ആളറിയാം. അപ്പോൾ ഞാൻ കയറി വരുമ്പോൾ വിദ്യാർത്ഥികളുടെ ഇടയിൽ ഒരു ചിരി, ആ ചിരിയോടെ തീർന്നു. പിന്നെ ഞാൻ പഠിപ്പിക്കുന്നത് നല്ല രീതിയിലാണെങ്കിൽ ഒരു വിദ്യാർത്ഥിയും ചിരിക്കില്ല. നേരെ മറിച്ച് ഞാൻ ഹാസ്യ നടനില്ല എന്ന് വിചാരിച്ചോളൂ, ഞാൻ പഠിപ്പിക്കുന്നത് മുഴുവൻ വിഡിതമാണെങ്കിൽ കുട്ടികൾക്ക് കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല. ഭേദപ്പെട്ട ഒരു അധ്യാപകനാണെന്ന വിശ്വാസം എനിക്കുണ്ട്. ഇപ്പം ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങൾ കേട്ടിട്ട് നിങ്ങൾ ആരെങ്കിലും പൊട്ടിച്ചിരിക്കുന്നുണ്ടോ? നേരെ മറിച്ച് ഇൻഹരിയറിന്റെ ഒരു ക്ലിപ്പിംഗ് കണ്ടാൽ നിങ്ങൾ പൊട്ടിച്ചിരിക്കും. ഇപ്പം നിങ്ങളെല്ലാവരും വളരെ ഗൗരവത്തോടുകൂടിയാണ് ഇരിക്കുന്നത്. ആരുടെയും മുഖത്ത് ചിരി വരുന്നില്ല. അത് തന്നെയല്ലേ ഡിഫറൻസ്? എന്നെ കണ്ടിട്ട് ഒന്നും ചോദിക്കാൻ തോന്നുന്നില്ല ജഗദീഷ് എന്നാർക്കും തോന്നില്ല. ദാറ്റ് ഇസ് ദ ഡിഫറൻസ്. സിമ്പിൾ. ഈ സ്ഥലത്തെ പ്രധാന പയ്യൻസ് ആ സിനിമയിൽ താങ്കൾ ഒരു അപ്രതീക്ഷിതമായി രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നു, മത്സരിക്കുന്നു, ജയിക്കുന്നു, മന്ത്രിയാവുന്നു. പിന്നെ ആദർശനിഷ്ഠമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു മന്ത്രിയാണ് കാണുന്നത്.
മനസ്സിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടോ? ഒരു മാതൃകാപരമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഏതെങ്കിലും നേതാവിനെയോ ആ നിലയ്ക്ക് കാണുന്നുണ്ടോ? എൻ്റെ മനസ്സിലൊക്കെ ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലുണ്ടായിരുന്നപ്പോൾ ഇപ്പോൾ കരുണാകരൻ സാറിൻ്റെ സ്പീഡ് എനിക്ക് വളരെ ഇഷ്ടമാണ്, കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള. AK ആന്റണി സാർ അതേപോലെ വേറൊരു തരത്തിലുള്ള ഒരു പ്രവർത്തന ശൈലിയാണ്. ഇന്നത്തെ താങ്കൾ രാഷ്ട്രീയത്തിലേക്ക് വരുന്ന കാലത്തെ പ്രധാന 3 സിംഹങ്ങളാണല്ലോ ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, VM സുധീരൻ. ഈ 3 ആളുകളെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? 3 പേരിൽ ഏറ്റവും ഒന്നാമനായി താങ്കൾ കാണുന്നത് ആരെയാണ്? അല്ല, ഒന്നാമെന്ന് പറഞ്ഞാൽ അത് പിന്നെ ഒരു എന്നെ പോലെ രാഷ്ട്രീയ രംഗത്തേക്ക് മത്സര രംഗത്തുള്ള ഒരു സ്ഥാനാർത്ഥിയോട് ചോദിക്കുന്നത് അത് അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല. ഞാൻ അവിടെയും 3 പേർക്കും 3 രീതിയിലുള്ള ഈക്വൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ അവിടെ 3 വെള്ളത്തിലും കാലി ചവിട്ടാണോ എന്ന് ചോദിക്കും. അങ്ങനെയല്ല, 3 പേർക്കും 3 തരത്തിലുള്ള പ്രവർത്തന ശൈലിയുണ്ട്. അത് ഞാൻ ഷെയർ ചെയ്യാം. ഉമ്മൻചാണ്ടി സാർ എന്ന് പറയുന്നത് അദ്ദേഹം എന്താ പറയുക, പൊളിറ്റിക്കൽ ലീഡേഴ്സിൽ നല്ലൊരു റോൾ മോഡലാണ്. കാരണം സമയം എന്നുള്ളത് എത്ര രാത്രി 2:30 വെളുപ്പാങ്കാലത്ത് 2:30-3 മണി വരെ അദ്ദേഹം ഓഫീസിൽ ഇരിക്കാറുണ്ട്. സുധീരൻ സാറിൻ്റെ കാര്യം പറയാം. മെഡിക്കൽ കോളേജ് അധ്യാപകർക്ക് നല്ലൊരു ട്രാൻസ്ഫർ പോളിസി കൊണ്ടുവന്നത്, എൻ്റെ ഭാര്യ ഡോക്ടറായതുകൊണ്ട് ഞാൻ പറയാണ്, നല്ലൊരു ട്രാൻസ്ഫർ പോളിസി കൊണ്ടുവന്നത് സുധീരൻ സാറാണ്. അവിടെ പിന്നെ അഴിമതിക്ക് സ്കോപ്പില്ല. ഇത്ര വർഷം പിന്നെ മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ട്രാൻസ്ഫറിന് എലിജിബിലിറ്റി ഉണ്ട്. പിന്നെ രമേശ് ചെന്നിത്തലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് നാഷണൽ ലെവലിലുള്ള ഒരു സെൻട്രൽ ലെവലിലുള്ള ഒരുപാട് ലീഡേഴ്സുമായിട്ടുള്ള ആ ഒരു സൗഹൃദം ഈ കേരള രാഷ്ട്രീയത്തിൽ വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് സഹായകമായി ഭവിച്ചിട്ടുണ്ട്. VM സുധീരന് 3-4 ഇഷ്യൂവിൽ പരസ്യമായി പ്രസ്താവന നടത്തേണ്ടി വരുന്നു. അപ്പോൾ ഈ KPCC പ്രസിഡന്റിനെ എതിർക്കാൻ മറ്റ് 2 ഗ്രൂപ്പ് നേതാക്കന്മാർ യോഗം ചേരുന്നു. ഈ നിലയിൽ അങ്ങേയറ്റം മോശമായ അവസ്ഥയല്ലേ ഇപ്പോൾ UDF സർക്കാരിന്? വലിയ വിമർശനങ്ങൾ ആ നിലയിൽ ഉണ്ടാകുന്നില്ലേ? ഇതൊക്കെ താങ്കൾക്കും ഫേസ് ചെയ്യേണ്ടി വരില്ലേ നാളെ? ഇല്ല, ഫേസ് ചെയ്യേണ്ടി വരില്ല. കാരണം ഇപ്പോൾ സുധീരൻ സാറ് പറയുന്നത് ജനങ്ങളുടെ ഭാഗത്തു നിന്നും സംശയങ്ങൾ, ഇന്ന സംശയങ്ങൾ ഉയരുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഗവൺമെൻറ്റിന് ക്ഷീണമുണ്ടാക്കാൻ പാടില്ല. അവിടെ ഉമ്മൻചാണ്ടി സാർ പറയുന്നത് എന്താ, ഒരു ക്ഷീണം ഉണ്ടാക്കില്ല, ഇങ്ങനെ തുടരുമെന്നല്ല, നമുക്ക് ആലോചിച്ച് നമുക്ക് യുക്തമായ തീരുമാനങ്ങൾ എടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ എവിടെയാണ് കോൺഫ്ലിക്റ്റ്? ഈ സുധീരൻ സാർ ഈ പ്രശ്നങ്ങൾ ഉന്നയിച്ചില്ലെങ്കിൽ നിങ്ങൾ മാധ്യമങ്ങൾ കൂടുതൽ ഉന്നയിക്കും. ഇപ്പോൾ മാധ്യമങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ സുധീരൻ സാർ ഉന്നയിക്കുന്നു, ഉമ്മൻചാണ്ടി സാർ സോൾവ് ചെയ്യുന്നു, ക്ലീനായിട്ട് സോൾവ് ചെയ്യുന്നു. ഞാൻ വളരെ ഹാപ്പിയാണ്. സ്ഥലത്തെ പ്രധാന പയ്യൻസിലെ പോലെ ഒരു മന്ത്രിയാകും എന്ന് കരുതിയിട്ടുണ്ടോ? ഇല്ല, മന്ത്രിയൊന്നും സ്വപ്നം കണ്ടിട്ടില്ല. ഞാൻ മാക്സിമം സ്വപ്നം കണ്ടിട്ടുള്ളത് ഒരു പാർലമെൻറ്റ് മെമ്പർ എനിക്ക് ആഗ്രഹമുള്ള വിഷയമായിരുന്നു. അത് ഹിന്ദി ഇഷ്ടമുള്ളതുകൊണ്ടും കൂടെയാണ്. അതല്ലാതെ ഒരു മന്ത്രിയായിട്ട് എനിക്ക് പിന്നെ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് രംഗത്ത് ഇരിക്കുന്നതുകൊണ്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാലും പറയട്ടെ, കാറിൽ ഇങ്ങനെയൊക്കെ ഇരിക്കാൻ തന്നെ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന ഒരാളാണ്. ഞാൻ റിലാക്സ് ചെയ്ത് ചാരി കാലുമേ കാലെടുത്ത് ഇരിക്കുക എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ നടക്കുമായിരുന്നില്ല. എന്തുകൊണ്ടാണെന്ന് ശ്രമിക്കാതിരുന്നത്? അല്ല, അത് നടക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ 20 സീറ്റല്ലേ ഉള്ളൂ. എത്ര ലീഡേഴ്സ് ആലോചിച്ച് നോക്കും. പക്ഷെ പലപ്പോഴും താങ്കളുടെ പേര് വന്നിട്ടുണ്ട്. ആ പേര് വന്നതിൽ തന്നെ ഹാപ്പിയാണ്. ആ ദിവസങ്ങളിൽ കുറച്ച് രസമായിരുന്നു. ആകും എന്നുള്ള സ്വപ്നത്തിലൊക്കെ ഞാൻ ഇങ്ങനെ ഒഴുകി നടന്നു. ആയില്ല, നിരാശയൊന്നുമില്ല. ചലച്ചിത്ര നടൻ സ്ഥാനാർത്ഥിയാവുന്നതിന് അവിടെ ചില പ്രാദേശിക ഘടകങ്ങൾക്ക് എതിർപ്പുണ്ട്. ആ തരത്തിൽ വലിയ പോസ്റ്റർ പ്രത്യക്ഷപ്പെടുകയൊക്കെ ചെയ്തു. അവിടെ ഗ്രൗണ്ട് ക്ലിയർ ചെയ്തോ താങ്കളിപ്പോൾ? ഗ്രൗണ്ടൊക്കെ വളരെ ക്ലിയറാണ്. ആ പോസ്റ്ററൊക്കെ ഒരിക്കലും അത് UDFൻ്റെ ഭാഗത്തുനിന്നും LDFൻ്റെ ഭാഗത്തുനിന്നും ഒന്നും അല്ല. അതൊരു സിനിമാക്കാരുടെ ഭാഗത്തുനിന്നാണോ? ഇപ്പോൾ നോക്കൂ, ജഗദീഷ്, മുകേഷ്, സിദ്ദിഖ്, അശോകൻ കൂടി വന്നാൽ ഹരിഹർ നഗറിലെ മുഴുവൻ ആളുകളുമായി, ഭീമൻ രഘു, കൊല്ലം തുളസി, രാജസേനൻ, ലാലു അലക്സിൻ്റെ പേര് കേൾക്കുന്നു. ഇങ്ങനെ സിനിമാ രംഗത്ത് നിന്നുള്ള ഒരു വലിയ ചങ്ക്, അത് ഒരു അസാധാരണമായ മുൻപില്ലാത്ത ഒരു സാഹചര്യമാണല്ലോ. അത് നല്ല കാര്യമാണ്. കാരണം സിനിമാ രംഗത്തുള്ളവരെ നിയമസഭയിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നു, സയൻറ്റിസ്റ്റുകൾ അവതരിപ്പിക്കുന്നു, ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, കൃഷിക്കാർ, അങ്ങനെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള ആൾക്കാർ ജനകീയ പ്രശ്നങ്ങളുമായി ഒരു കോമൺ ഫോറത്തിൽ എത്തുന്നു എന്ന് പറയുന്നത് എന്ത് രസകരമാണ്. നല്ല രസകരമായ മാധ്യമങ്ങളിലുള്ളവരും വരുന്നുണ്ട്. അത് നിങ്ങൾ പേര് വിട്ടുപോയി. മാധ്യമങ്ങളിലുള്ള ഞാൻ പേര് പറയുന്നില്ല, റിപ്പോർട്ടർ TVയിൽ ഞാൻ പറയുന്നില്ല, അതൊന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ, അതൊക്കെ ഞാൻ സ്വാഗതം ചെയ്യപ്പെടേണ്ട കാര്യമാണ്. തീർച്ചയായും. ഞാൻ ചോദിക്കുന്നത്, ശരി, സാധാരണഗതിയിൽ ഒരു സിനിമാ നടൻ വളരെ തിരക്കുള്ള ആളാണല്ലോ, കുടുംബത്തോടൊപ്പം ചെലവഴിക്കുന്ന സമയം തന്നെ കുറവാണ്. പക്ഷെ ഒരു MLA അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ ജനങ്ങളോടൊപ്പം സമയം ചെലവഴിക്കേണ്ട ആളും ഒപ്പം നിയമസഭയിൽ നന്നായി പ്രവർത്തിക്കേണ്ട ആളുമാണ്. നിയമസഭയിൽ ഉള്ളിൽ ഫ്ലോറിൽ പ്രവർത്തിക്കണമെങ്കിൽ നല്ല ഹോംവർക്ക് ആവശ്യമുണ്ട്. പുറത്ത് ജനങ്ങൾക്ക് എപ്പോഴും ആവശ്യമുള്ള ഒരാളാവണം. ഒരു സിനിമാ നടൻ ഇത്രയും തിരക്കുള്ള സിനിമയിൽ നിൽക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് അങ്ങനെ എല്ലാ സമയത്തും ജനങ്ങളുടെ ഒപ്പം നിൽക്കാൻ സാധിക്കുക? എൻ്റെ കാര്യം ഞാൻ പറയാം. ഞാൻ MLA ആയിക്കഴിഞ്ഞാൽ 90% സമയവും MLA എന്ന നിലയ്ക്കുള്ള പ്രവർത്തനത്തിനായിരിക്കും ഞാൻ നീക്കിവെക്കുക. 10% മാത്രം കലാപ്രവർത്തനങ്ങൾക്ക്. നിയമസഭ കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യും. അല്ലാതെ നിയമസഭയിൽ അറ്റൻഡൻസ് കുറഞ്ഞ ഒരു MLAയുടെ ലിസ്റ്റിൽ എൻ്റെ പേരുണ്ടാവില്ല. കഴിയുന്നതും 10% അറ്റൻഡൻസ് ഉള്ള
MLA-മാരുടെ പേര് റിപ്പോർട്ടർ TV പ്രഖ്യാപിക്കുകയാണ്. ഒന്നാമതായി എത്തുന്നത് ജഗദീഷ് എന്ന് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. സിനിമ നിയന്ത്രിക്കും. സിനിമ നിയന്ത്രിക്കണം, അല്ലെങ്കിൽ പിന്നെ എന്താ കാര്യം? സിനിമ നിയന്ത്രിക്കണം, അതല്ലാതെ ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞൊരു ഹോബിയല്ല. ഇതിവിടെ വന്ന് നാളെ എഡിറ്റേഴ്സ് അവറിൽ ഞാനിവിടെ വന്ന് നിങ്ങൾ അന്ന് പറഞ്ഞല്ലോ ഇതേപോലെ സിനിമയൊന്നും അധികം അഭിനയിക്കില്ലെന്ന്, ഇപ്പോൾ നിങ്ങൾ സിനിമയിലല്ലേ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യം ഉന്നയിക്കാനുള്ള അവസരം ഞാനൊരു വലിയ വെല്ലുവിളിയല്ലേ? നമ്മളൊരു MLA നിയമസഭ ഇല്ലാത്ത അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലുള്ള ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയാൽ രാവിലെ 6 മണിയാകുമ്പോഴേക്കും ഒരു വലിയ നിര ആളുകൾ MLA കാണാനുണ്ടാകും. ഒരു MLA-യുടെ വസതി എന്ന് പറയുന്നത് അങ്ങനെയാണ്. അദ്ദേഹം മുഴുവൻ സമയവും ഉറക്കം അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കൊന്നും മാറ്റിവെക്കാൻ അല്ലാതെ മുഴുവൻ സമയവും അവൈലബിൾ ആകേണ്ട ആളാണ്. അപ്പോൾ അങ്ങനെ ആവാൻ പറ്റുമെന്ന 100% ആത്മവിശ്വാസമുണ്ട്. 100% ആവാൻ പറ്റും. എൻ്റെ വൈഫിൻ്റെ പെർമിഷൻ തന്നെ കിട്ടിയിട്ടുണ്ട്. വൈഫിനറിയാം MLA എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ള കാര്യം ഏകദേശമൊക്കെ അറിയാം. കാരണം പോസ്റ്റ്മോർട്ടത്തിൻ്റെ കാര്യത്തിനൊക്കെ എത്ര MLA-മാർ വെളുപ്പിന് 6 മണിക്ക് വിളിക്കാറുണ്ട്. അപ്പോൾ MLA എന്താണ് ഇതേപോലെ ഇന്ന ആൾ മരിച്ചുപോയി, മാഡം ഒന്ന് പോസ്റ്റ്മോർട്ടം ഒന്ന് സ്പീഡപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ 6 മണിക്ക് അല്ലെങ്കിൽ 5:30 മണിക്ക് വെളുപ്പിന് വിളിക്കുന്ന MLA-മാരെ അറിയാം. അപ്പോൾ MLA-യുടെ ജീവിതം എന്താണെന്ന് എൻ്റെ വൈഫിന് അറിയാം. എന്നിട്ടും എൻ്റെ വൈഫ് എന്താ പറഞ്ഞത്? തീർച്ചയായിട്ടും നല്ല കാര്യമാണ്, സപ്പോർട്ട് ചെയ്തു. അത് താങ്കളുടെ ഭാര്യ, താങ്കൾ തന്നെ അഭിനയിച്ച ഒരു സിനിമ, മമ്മൂട്ടിയും ശാന്തികൃഷ്ണയും അഭിനയിച്ച സിനിമ, ഞാൻ പെട്ടെന്ന് പേര് ഓർക്കുന്നില്ല, നയം വ്യക്തമാക്കുന്നു, കുരുടാമണ്ണിൽ ശശി. അതെ അതെ അതെ. ആ സിനിമയിൽ ഉള്ള നായികയുടെ മാതിരിയുള്ള പിന്തുണ നൽകുന്ന ഭാര്യയാണോ? തീർച്ചയായിട്ടും. ഈ രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ അതിൻ്റെ സീരിയസ്നെസ് അറിയാം. അവിടെ 6 മണിക്ക് നമ്മുടെ വീട്ടുമുറ്റത്ത് ആൾക്കാരുണ്ടാവുമെന്നും അതേപോലെ അവരുടെ പ്രശ്നങ്ങളും അവർ വരുന്നും അല്ല ഞാനില്ല എന്ന് പറഞ്ഞേക്കണേ എന്ന് പറയുന്ന ഒരു MLA ആയിരിക്കില്ല ഞാൻ. എന്താ പ്രശ്നം, ഇരിക്കൂ എന്ന് പറയുന്ന ഒരു MLA ആയിരിക്കും. അതിനുവേണ്ട സപ്പോർട്ട് തരുന്ന ഭാര്യയാണ് എനിക്കുള്ളത്. എനിക്ക് 100% ഉറപ്പാണ്. MLA ആയിക്കഴിഞ്ഞാൽ അപ്പുക്കുട്ടനാവാൻ വീണ്ടും തയ്യാറാണ്. അപ്പുക്കുട്ടൻ ഒരു അവസരം, അതാണ് ഈ 10% എന്ന് പറഞ്ഞ് ഞാൻ നീക്കി വെച്ച്. ഇനിയും ഒരു ഹരിഹർ നഗറിന് ഒരു ഭാഗം കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഐ ലവ് ടു ഡു ദാറ്റ്. എന്താ വിജയകുമാർ, ശരിയല്ലേ? ഇതിനിടയിൽ സമയം കിട്ടും. അല്ല, 10% സമയമില്ലേ? ആ 10% ഞാൻ എപ്പോഴേ മുൻകൂറായിട്ട് വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പുക്കുട്ടന് വേണ്ടിയിട്ടാണ്. അതെ, അപ്പുക്കുട്ടന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു അവസരം കിട്ടി. അത് ആ ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് ഒന്ന് നിങ്ങളൊന്ന് ലൊക്കേഷനിൽ വന്ന് കാണണം. അതൊരു ജീവിതത്തിൽ വാക്കുകളാൽ വിവരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. ഒരു കൂട്ടായ്മയാണ്. ചങ്ങാത്തത്തിൻ്റെ ഈ 4 സംഘത്തിൻ്റെ ചങ്ങാത്തം തന്നെ ഞങ്ങൾ 4 പേരുമായിട്ടുണ്ട്. അത് ആ സെറ്റിലുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി തമാശ പറഞ്ഞ് ഒരു എക്സ്കർഷൻ്റെ മൂട്ടിലാണ് ആ സെറ്റിൽ ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങൾ ഈ രാഷ്ട്രീയം സംസാരിക്കാറുണ്ടായിരുന്നു? ഒരുപാട് തർക്കങ്ങളൊക്കെ ഉണ്ട്. രാവിലെ അശോകൻ ഒരു പത്രമായിട്ടാണ് വരിക. പത്രം ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു 15 മിനിറ്റ് ആണെങ്കിലും വായിച്ചിട്ട് അശോകൻ ചില കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ എന്ന് പറയും. ഉടൻ തന്നെ എന്ത് വേടി നീ അതെങ്കിൽ മണിക്ക് വീട് ഇന്ന് മുകേഷ് ഉടൻ തന്നെ അല്ല സിദ്ദിഖ് ഉടൻ തന്നെ അല്ല മുകേഷ് പറഞ്ഞതിൽ കാര്യമുണ്ട് പറ. പിന്നെ ഡിസ്കഷൻ. അടുത്ത ഷോട്ടിന് വിളിക്കുന്നവരുള്ള ഒരു കാര്യത്തിൽ നമ്മളെല്ലാവരും സജീവമായിട്ട് ഇടപെടുകയാറുണ്ട്. ഈ താര രാഷ്ട്രീയമാണോ അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ കേരളത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്നത്? ഈ താങ്കളടക്കം മത്സരിക്കുന്നതിനെ ഒരു താര രാഷ്ട്രീയം എന്ന് വിലയിരുത്തിയാൽ എങ്ങനെ പ്രതികരിക്കും? വിജയകുമാർ, അതിന് വ്യക്തമായ മറുപടി പറയാം. രാഷ്ട്രീയ രംഗത്ത് ആർക്കും താരങ്ങളാകാൻ കഴിയും എന്നുള്ള ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത്. സിനിമകളൊക്കെ കുറയുന്നു, പുതിയ കുട്ടികളൊക്കെ സിനിമയിലേക്ക് വരുന്നു, പുതിയൊരു മേഖല നമ്മൾ നോക്കും. ചിലപ്പോൾ ആ തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടാകില്ലേ? അങ്ങനെയുള്ള ചോദ്യം എൻ്റെ കാര്യത്തിൽ വരില്ല. ഞാൻ കലാരംഗത്ത് സജീവമാണ്. ഈ റിയാലിറ്റി ഷോയിൽ 100% സിൻസിയറായിട്ട് തന്നെ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം സിനിമകളുടെ എണ്ണം എനിക്ക് തികയ്ക്കാനുണ്ട്. ഇപ്പം തന്നെ മമ്മൂട്ടി നായകനാകുന്ന കസബയിൽ അഭിനയിക്കുന്നു. രഞ്ജിത്ത് സംവിധാനം ചെയ്യുന്ന നമ്മുടെ ലീലയിൽ അഭിനയിച്ച് കഴിഞ്ഞു. 2 കൺട്രീസ് എന്ന ചിത്രം ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം ഓവർ ബിസി എന്നൊന്നും ഞാൻ പറയുന്നില്ല. അത്യാവശ്യം സിനിമകളുള്ള നടൻ. റിയാലിറ്റി ഷോയിൽ സജീവം, മിനി സ്ക്രീനിൽ സജീവം. പൊളിറ്റിക്സിലേക്ക് കടന്നു വരുന്നു. അടുത്ത ഒരു മേഖല. ഇവിടെയും എൻ്റെ ആത്മാർത്ഥത ഉണ്ടാവുമെന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയൂ. പത്തനാപുരത്ത് മത്സരിക്കുമ്പോൾ സിനിമക്കാർ ജഗദീഷിന് വേണ്ടി വോട്ട് ചോദിക്കാൻ വരുമോ? അവരുടെ പ്രാർത്ഥന ഉണ്ടാവുന്ന ഉറപ്പാണ്. എന്നെ ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട്. 2 പേര് നിൽക്കുമ്പോൾ അവർക്ക് ഓപ്പണായിട്ട് പലർക്കും നിലപാടെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അവരെ ഞാൻ സമ്മർദ്ദത്തിലാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് വേണ്ടി വരണം പ്ലീസ്, 2 പേര് അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല. അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തായിരുന്നാലും ഞങ്ങളുടെ ആഗ്രഹം അതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഗണേശനെ വിളിച്ച് പറഞ്ഞിട്ടുള്ളവരും ഉണ്ടാകാം. പൊളിറ്റിക്കൽ, അതായത് ഈ രാഷ്ട്രീയ നിലപാട് എന്താണ് എന്ന് വെളിപ്പെടുത്തുക എന്ന് പറയുന്നത് സിനിമയിൽ വലിയ വെല്ലുവിളിയാണ്. യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തൊക്കെ വരുന്നവർ വളരെ കുറവാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ താല്പര്യം അല്ലെങ്കിൽ തന്നെ ഇത്തരം വിഷയങ്ങളിലൊക്കെ അഭിപ്രായം പറയലും വളരെ കുറവാണ്, പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു. ചിലരെ ഈ അനാവശ്യ റിസ്ക് എടുക്കാൻ ഇപ്പം തന്നെ നിങ്ങളുടെ ചർച്ചയിൽ ഞാൻ പലപ്പോഴും വന്നിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഈ ചർച്ചയിൽ പങ്കെടുത്ത് ഞാൻ പറയുന്ന തുറന്ന അഭിപ്രായങ്ങളുടെ പേരിൽ ചിലരെന്നെ വിമർശിച്ചിട്ടുണ്ട്. ഞാൻ അതൊന്നും നോക്കിയിട്ടില്ല. വീണ്ടും ഞാൻ ചർച്ചകളിൽ പങ്കെടുക്കും. എനിക്ക് പറയാനുള്ളത് പറയും. ഇനിയിപ്പോൾ ആരെങ്കിലും കുറ്റപ്പെടുത്തിയിരുന്നാലും സത്യസന്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാം. ഇപ്പം തന്നെ ലളിത ചേച്ചിയുടെ കാര്യത്തിൽ വിഷയത്തിൽ റിപ്പോർട്ടർ ടിവിയുടെ ചർച്ചയിൽ ഞാൻ സജീവമായി പങ്കെടുത്തു. ഞാൻ പറഞ്ഞു ചേച്ചിക്ക് സീറ്റ് നിഷേധിക്കുന്നോ കൊടുക്കുന്നോ അത് പാർട്ടിയുടെ ആഭ്യന്തര കാര്യം. പക്ഷേ ലളിത ചേച്ചി ഒരു കമ്മ്യൂണിസ്റ്റ് കാര്യമാണ്.
അത് എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ഞാൻ എൻ്റെ ചേച്ചിയായിട്ട് കാണുന്ന ലളിത ചേച്ചിയെ സപ്പോർട്ട് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം ഞാൻ പ്രയോജനപ്പെടുത്തണം. അവിടെ രാഷ്ട്രീയം വേറെ ആയിരിക്കും, ഞങ്ങളുടെ രാഷ്ട്രീയം വേറെ ആയിരിക്കും. മുഖ്യമായി VS അച്യുതാനന്ദനും പിണറായി വിജയനുമാണല്ലോ പ്രതിപക്ഷത്തിലെ നേതാക്കൾ. ഈ രണ്ടുപേരെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അല്ല, രണ്ട് രീതിയുണ്ട്. VS എന്ന് പറയുന്നത് അസാമാന്യമായ ജനപിന്തുണയുള്ള ഒരു നേതാവാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ക്രൗഡ് പുള്ളറാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ഒരു ശൈലി, നീട്ടിയും കുറുക്കിയും ചില റിപ്പീറ്റ് ചെയ്തും ഒക്കെ പറയുന്ന സംഭാഷണം, ആ പ്രസംഗം ജനത്തിന് വളരെ ഇഷ്ടമാണ്. അതേ അവസരത്തിൽ പിണറായി വിജയൻ അദ്ദേഹം വേറെ രീതിയിൽ പാർട്ടിയുടെ ഡിസിപ്ലിൻ, പാർട്ടിയുടെ അച്ചടക്കം, അദ്ദേഹം ഇത്തരം വേദികളിലെല്ലാം തന്നെ EMSനെ എപ്പോഴും കോട്ട് ചെയ്യാറുണ്ട്. പാർട്ടിയുടെ ചട്ടക്കൂടിനുള്ളിൽ നിന്ന് പാർട്ടി 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 എന്നുള്ള ചിന്ത മാത്രമാണ് സഖാവ് പിണറായി വിജയൻ. VSന് പാർട്ടി മാത്രമല്ല, ജനങ്ങളും. VS അച്യുതാനന്ദൻ വലിയ ജനപിന്തുണയുള്ള, ജനങ്ങളാകെ തന്നെ വലിയ പ്രതീക്ഷയോടെ കാണുന്ന നേതാവാണ്. ആ VS ഈ പ്രായം കൊണ്ട് മാറി നിൽക്കണം എന്നൊരു അഭിപ്രായം ആരെങ്കിലും പറഞ്ഞാൽ അതിൽ യുക്തിയുണ്ടോ? ഇപ്പോൾ അതിൽ യുക്തിയില്ല. കാരണം ഒരു രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പ്രായത്തിൻ്റെ പേരിൽ അവർ മാറ്റി നിർത്താൻ പാടില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ചോദിക്കട്ടെ, ഒരു ചെറുപ്പക്കാരൻ വളരെ ലേസിയാണ്, അയാളെ നമ്മൾ എൻ്റർടൈൻ ചെയ്യാൻ പാടില്ല. പക്ഷേ VM സുധീരൻ ഇന്നലെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് VS അച്യുതാനന്ദനെ പോലുള്ള ആളുകൾ ഇത്തരം പാർലമെന്ററി വ്യാമോഹം അങ്ങനെയല്ല പറഞ്ഞത്. അത് മിസ്കോട്ട് ചെയ്യരുത്. അദ്ദേഹം പറഞ്ഞത് ഈ പ്രതാപൻ ഇതേപോലെ വേണ്ട എന്ന് പറയുമ്പോൾ ഇതേപോലെ വീണ്ടും വീണ്ടും ആകാൻ ആഗ്രഹിക്കുന്നവർ എന്ന കൂട്ടത്തിലാണ് പറഞ്ഞത്. അല്ല, പ്രായം അതിനകത്ത് ഒരു ഘടകമാക്കി. പ്രതിപക്ഷ പാർട്ടിയാണെങ്കിലും VS അച്യുതാനന്ദൻ അങ്ങനെ ആകാൻ ആഗ്രഹിക്കുന്ന ഒരു അധികാരമുഖിയാണ് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇല്ല, അങ്ങനെ കരുതുന്നില്ല. ഇപ്പം ജനങ്ങൾ അദ്ദേഹത്തോട് ആവശ്യപ്പെടുമ്പോൾ ചിലപ്പോൾ ജനങ്ങളുടെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു നേതാവായി നമുക്ക് കണക്കാക്കാൻ കഴിയുമല്ലോ. ജനങ്ങൾ പറയുന്നു, സഖാവ് മത്സരിക്കണം, സഖാവ് മത്സരിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമാണെന്ന് പറയുമ്പോൾ നോക്കാം. ഒരാളെക്കുറിച്ചും നെഗറ്റീവായി ഒരു വാചകം പോലും പറഞ്ഞില്ല. പക്ഷെ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോവുകയാണ്. നമ്മൾ സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും അവസാനത്തെ ലെഗിലേക്ക് കടക്കുമ്പോൾ എതിരാളിയെക്കുറിച്ചുള്ള അപവാദം ക്രൈം വാരിക അച്ചടിച്ച് പ്രചരിപ്പിക്കുക, ആളുകളുടെ വീട്ടിൽ കൊണ്ടുപോയി ഇടുക, നോട്ടീസ്, പേര് വെക്കാത്ത നോട്ടീസിൽ എതിരാളിയെക്കുറിച്ച് ആക്ഷേപങ്ങൾ. ഇതൊരു നാട്ടുനടപ്പാണ്, എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസിയിലും ഉണ്ടാകും. പത്തനാപുരത്ത് അങ്ങനെ ഒരു സാധ്യത താങ്കൾ പ്രയോജനപ്പെടുത്തുകയേ ഇല്ല എന്ന് മനസ്സിലാക്കണം. ആ കീഴ്വഴക്കത്തിനൊരു മാറ്റം വരുത്താൻ പോവുകയാണ് ഞാൻ. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലൂടെ ജനങ്ങളെ സമീപിക്കുക. എനിക്കൊരു വോട്ട് തരണം, ഞാൻ ഇന്നതൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. എതിർ സ്ഥാനാർത്ഥി എൻ്റെ സുഹൃത്താണ്, അദ്ദേഹത്തെ നിങ്ങൾക്കറിയാം, കമ്പാരിസൺ നടത്തൂ, ഞാൻ ഒരു അവസരം എനിക്ക് തരൂ പ്ലീസ്. അദ്ദേഹം 15 വർഷമായിട്ട് MLA ആണ്, ഞാൻ നിങ്ങളെ ഇപ്പോൾ അഭിമുഖീകരിക്കുകയാണ്, എനിക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന വിശ്വാസമുണ്ട്, എൻ്റെ ജീവിതം നിങ്ങൾക്കറിയാം, ആ വാക്ക് നിങ്ങൾക്ക് വിശ്വസിക്കാം. ഒരു അധ്യാപകൻ്റെ മകനാണ് ഞാൻ. ആ രീതിയിൽ അച്ചടക്കത്തോടെ കുടുംബ ബന്ധങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി കഴിഞ്ഞ ഒരാളാണ്, എനിക്കൊരു വോട്ട് തരണം. എതിർ സ്ഥാനാർത്ഥി എൻ്റെ സുഹൃത്താണ്, അദ്ദേഹത്തെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഈ ബോഡി ലാംഗ്വേജാണ് നമ്മൾ ഉപയോഗപ്പെടുത്താൻ പോകുന്നത്. ഇത് അങ്ങനെയല്ല. അതിപ്പോൾ നിങ്ങൾ കണ്ട, നിഷാദ് അപ്പോഴും നല്ല കാര്യം പറഞ്ഞപ്പോഴും നിഷാദ്, ഇത് മീറ്റ് ദ എഡിറ്റേഴ്സ് അല്ല, ഇത് മീറ്റ് ദ പ്രോസിക്യൂട്ടേഴ്സ് എന്നാണ് ഈ പ്രോഗ്രാമിൻ്റെ പേര്. മാറ്റണം, ഇത് മീറ്റ് ദ എഡിറ്റേഴ്സ് അല്ല, ഇനിയെങ്കിലും അത് മാറ്റണം. ഞാൻ നല്ല കാര്യങ്ങൾ പറയുമ്പോഴും ഞാൻ പറഞ്ഞു അദ്ദേഹം എൻ്റെ സുഹൃത്താണ്, അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം. അതല്ല, അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ്, നിങ്ങൾക്കറിയാമല്ലോ. അവിടെ ആക്ടറെ കൊണ്ടുവന്നു നിഷാദ്, ഇങ്ങനെ കൊണ്ടുവന്ന് ഞാൻ എന്ത് ചെയ്യുന്നു എനിക്ക് അറിഞ്ഞൂടാ. ഇതൊക്കെയാണ് എനിക്ക് പേടി. ഈ മാധ്യമങ്ങളെ മാത്രം എനിക്ക് പേടിയുള്ളൂ. താങ്കൾ പറയുന്നില്ല, ഓക്കെ, താങ്കളുടെ പാർട്ടി പ്രവർത്തകരായിട്ടുള്ള ആളുകൾ ഇറങ്ങുമല്ലോ ക്യാമ്പയിൻ, അവർക്ക് പറയാമല്ലോ. ഞാൻ ഹൈസ്കൂൾ അധ്യാപകൻ പരമേശ്വരൻ നായരുടെ മകനാണ്. ഞാൻ വളർന്നു വന്ന സാഹചര്യം എനിക്കറിയാം. എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ച രീതി എനിക്കറിയാം. എൻ്റെ അച്ഛൻ ഹിസ്റ്ററി അധ്യാപകനാണ്. ഓരോ കൊട്ടേഷൻ എന്നെ കൊണ്ട് രാവിലെ പത്രം വായിക്കുമ്പോൾ ഒക്കെ ചില കൊട്ടേഷൻ കുറിച്ചെടുക്കാൻ പറയും. എമിറ്റ്സ് tens of thousands of names of monarchs that crowd the history, the name of Ashoka shines alone a star. എംപറർ അശോകയെക്കുറിച്ച് പറഞ്ഞാണ് അദ്ദേഹം പറഞ്ഞത്, കുറിച്ചെടുത്തത് കാരണമാണ് എനിക്കിവിടെ ഇപ്പോൾ പറയാൻ കഴിയുന്നത്. അങ്ങനെയുള്ള കൊട്ടേഷൻസ്, ഇഗ്നോർ സലേഷ്യസ് ട്രാഷ്. ആരെങ്കിലും എന്തെങ്കിലും വളരെ മോശപ്പെട്ട സത്യസന്ധമല്ലാത്ത വിമർശനം നടത്തുകയാണെങ്കിൽ ഇഗ്നോർ ചെയ്യുക, ഇഗ്നോർ സലേഷ്യസ് ട്രാഷ്. അത് അദ്ദേഹം പറഞ്ഞതെന്നാണ്, ഞാൻ കുറിച്ചെടുത്തിട്ടുണ്ട്. അതേപോലുള്ള പ്രോവേബ്സ്, പരസ്പര വിരുദ്ധമായിട്ടുള്ള ഇംഗ്ലീഷ് പ്രോവേബ്സ്, 2 heads are better than 1. ഇംഗ്ലീഷുകാരൻ പറയുന്നു 2 തലയാണ് ബെറ്റർ. ആ ഇംഗ്ലീഷുകാരൻ തന്നെ പറയും too many cooks spoil the broth. അധികം പേര് എന്നാൽ ഡിഷ് മോശമാവുന്നു. ഇതൊക്കെ അച്ഛൻ രസകരമായി പറഞ്ഞത് ഞാൻ കുറിച്ചെടുത്തിട്ടുണ്ട്. ആ അറ്റ്മോസ്ഫിയറിലാണ് ഞാൻ വളർന്നിരിക്കുന്നത്. ആ നന്മയുടെ സ്നേഹത്തിൻ്റെ അന്തരീക്ഷത്തിൽ വളർന്ന ഞാൻ ജനങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു പ്രവർത്തനവും ചെയ്യില്ല. ജനങ്ങൾക്ക് നന്മ മാത്രമേ ചെയ്യൂ. എൻ്റെ പേരിൽ എന്ത് ആരോപണവും ആര് ഉന്നയിച്ചിരുന്നാലും അതൊന്നും ഞാൻ കണക്കിലെടുക്കില്ല. അതെൻ്റെ വേദന ഞാൻ ഉള്ളിലൊതുക്കും, അതിൻ്റെ പ്രതികാരം ഞാൻ ചെയ്യില്ല. എതിർ സ്ഥാനാർത്ഥിയെക്കുറിച്ച് നല്ലത് മാത്രമേ ഞാൻ പറയൂ. ജനങ്ങൾ തീരുമാനിക്കട്ടെ. സിനിമയിൽ താങ്കളുടെ ഏറ്റവും അടുത്ത സുഹൃത്താരാ? അല്ല, സിനിമയിൽ ഈ പറഞ്ഞ ഹരിഹർ നഗർ ടീം എൻ്റെ ഈ 3 പേരുമായിട്ടുള്ള ഒരു പ്രത്യേക റാപ്പോർട്ടുണ്ട്. അതെടുത്ത് പറഞ്ഞേ പറ്റുള്ളൂ. മമ്മൂട്ടി മോഹൻലാലുമായിട്ട് എങ്ങനെയാണ്?
മമ്മൂട്ടി മോഹൻലാൽ രണ്ടും രസകരമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ്. മമ്മൂക്ക എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യമുള്ള ആളാണ്. ഇപ്പോൾ തന്നെ ഞാൻ ഈ കസബയിൽ നിൽക്കുമ്പോൾ എവിടെയാണ് മത്സരിക്കുന്നത്, എങ്ങനെയാണ് അന്തരീക്ഷം, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ താല്പര്യമുള്ള ആളാണ്. അതേ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനും പൊളിറ്റിക്സ് നന്നായിട്ട് ഫോളോ ചെയ്യുന്ന വ്യക്തിയാണ് മമ്മൂക്ക. മോഹൻലാൽ ആ രീതിയല്ല. മോഹൻലാൽ കുറച്ചുകൂടെയൊക്കെ കലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കാറുള്ളത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു അമേരിക്കൻ പ്രോഗ്രാം കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ മോഹൻലാൽ എങ്ങനെയായിരുന്നു പ്രോഗ്രാം, നന്നായിരുന്നു, എന്തൊക്കെയാണ് ഡിഫറൻ്റ് ആയിട്ട് അവതരിപ്പിച്ചത്, ഓക്കെ, ആണ് മോഹൻലാലിൻ്റെ ശൈലി. മോഹൻലാൽ പിന്നെ ട്വിറ്ററിലൊക്കെ ചില സംഭവങ്ങളും പുള്ളിയുടേതായിട്ടുള്ള റിയാക്ഷൻസൊക്കെ എഴുതാറുണ്ടെങ്കിൽ പോലും കൂടുതൽ പൊളിറ്റിക്സിനേക്കാളും കല അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അറ്റ്ലീസ്റ്റ് എൻ്റെ റിലേഷൻഷിപ്പിൽ പുള്ളി കലയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. നമുക്ക് അതല്ല, കുറച്ചുകൂടെയൊക്കെ ഒരു ഈ രാഷ്ട്രീയ പ്രോത്സാഹിപ്പിക്കുകയാണോ ചെയ്യുന്നത്? സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ മമ്മൂട്ടി പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു. കാരണം മമ്മൂട്ടി ഒരു ഇടതുപക്ഷ അനുഭാവിയാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ ചോദ്യത്തിൽ നിന്ന് മാത്രം ഞാൻ ഒഴിഞ്ഞു മാറുന്നു. ഒരു ചോദ്യമെങ്കിലും ഒഴിഞ്ഞു മാറണ്ടേ? ഇത്രയും ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഒരു ചോദ്യമെങ്കിലും ഒഴിഞ്ഞു മാറണ്ടേ? അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, എൻ്റെ എതിർ സ്ഥാനാർത്ഥിയെ വേദനിപ്പിക്കുന്ന ഒരു കാര്യവും ഞാൻ പറയില്ലെന്ന്. അതുകൊണ്ട് മമ്മൂക്കയുടെ നിലപാട് ഞാൻ വ്യക്തമാക്കുന്നില്ല. ഞാൻ മറുപടി പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. എല്ലാവിധ വിജയാശംസകളും നേരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ. താങ്ക് യു സോ മച്ച്. വളരെ എൻജോയ് ചെയ്തു ഈ ചർച്ച. വളരെയധികം നന്ദി ഇത്രയും നേരം ചെലവഴിച്ചു. അടുത്ത ആഴ്ച വീണ്ടും കാണാം മറ്റൊരു അതിഥിയുമായി. നമസ്കാരം.